കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു സർവീസ് ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച മുതൽ സാധാരണ സർവീസ് ആരംഭിക്കും. സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. ലെബി സജീന്ദ്രൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ലെബി, ഇതിന്റെ പരീക്ഷണ പറക്കൽ നടന്ന ദിവസം തന്നെ നമ്മൾ ഇതിന്റെ വിശദമായ റിപ്പോർട്ട് നൽകിയതാണ്. ലക്ഷദ്വീപ് കൂടുതൽ അടുത്തു വരുന്നു. ലെബി, തീർച്ചയായും മാധു, ആദ്യ പരിശീലന പറക്കൽ വളരെ വിശദമായി നമ്മൾ കൊടുത്തു. ഇന്ന് രണ്ടാം പരിശീലന പറക്കൽ നടന്ന ദിവസം കൂടിയാണ്. രാവിലെ മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അഗത്തിയിലേക്ക് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ എത്തി തിരിച്ച് നെടുമ്പാശ്ശേരിയിൽ വിമാനം മടങ്ങിയെത്തി. അവിടെ നിന്ന് വീണ്ടും രണ്ടാമത്തെ ട്രയൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും ഞായറാഴ്ച ഈ സർവീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി മാധു സൂചിപ്പിച്ചതുപോലെ കൊച്ചിയും ലക്ഷദ്വീപും വളരെ അടുത്തേക്ക് എത്തുകയാണ്. സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ പ്രയോജനമില്ല. കൂടുതൽ ടൂറിസ്റ്റുകളായിരിക്കും ഇതിനെ ആശ്രയിക്കുക. എങ്കിൽ പോലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സാധാരണക്കാർക്കും ആശ്രയിക്കാം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഉപകാരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ആദ്യമായി നടത്തുന്ന വാണിജ്യ സീപ്ലെയിൻ സർവീസാണ് ഇത് എന്നതും പ്രത്യേകത തന്നെയാണ്. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് അഗത്തിയിലായിരിക്കും ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അവിടെ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. അതിനുശേഷം 40 മിനിറ്റ് സമയം കൊണ്ട് അഗത്തിയിൽ നിന്ന് വിമാനം പറന്ന് ഉയർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങും. ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടും ഉച്ചയ്ക്ക് ശേഷം സർവീസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും വിമാനത്തിൻ്റെ കടലിലും കായലിലും ഒരുമിച്ച്, കടലിൽ നിന്നും കരയിൽ നിന്നും ഒരുമിച്ച് പറന്നുയരാനും ഇറങ്ങാനും സാധിക്കുന്ന ആംഫിബിയൻ വിമാനമാണ് ഇത് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഒരു വിമാനമാണ് നിലവിലിപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉള്ളത്. ആ വിമാനമാണ് ഇപ്പോൾ ട്രയൽ റൺ നടത്തുന്നത്. ഒരു വിമാനം കൂടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഏതായാലും 2 വിമാനങ്ങൾ വരുന്നതോടുകൂടി ഇത്തരത്തിൽ സർവീസ് ക്രമപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. 2 ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ഒരു ക്യാബിൻ ക്രൂ അടക്കം 20 പേർക്ക് യാത്ര ചെയ്യാനുള്ള ഇരിക്കാനുള്ള സൗകര്യമാണ് വിമാനത്തിൽ ഉള്ളത്. സുരക്ഷിതമായി തന്നെ ഇവിടെ നിന്ന് പറന്ന് ഉയർന്ന് അഗത്തിയിൽ ഇറങ്ങാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ അധികൃതർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഏതായാലും കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സീപ്ലെയിൻ സർവീസിനെ കാണുന്നത്. മാധു, ലെബി സജീന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ തുടങ്ങുകയാണ്.